അതെ അതെ ഇതെടുക്ക് 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 ഇത് ഇങ്ങോട്ട് 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 വേമ വേമ അതെടുക്ക് അതെടുക്ക് ഈ കുടങ്ങളൊക്കെ എന്തിനാ അമ്മേ? അതെ, നമ്മുടെ കൃഷ്ണനുള്ള വെണ്ണ കൊണ്ടുപോവാനാ മോളെ. അതെന്താ പാക്കറ്റില് വെണ്ണയൊന്നും കിട്ടാനില്ലേ? അതല്ല മോളെ, എപ്പോഴും ഇങ്ങനെയാ കൊണ്ടുപോവാറ്. മുത്തശ്ശ, കൃഷ്ണന് മാജിക് അറിയാവുന്നതല്ലേ, പിന്നെ എന്താ വെണ്ണ പാക്കറ്റ് മാജിക്കിൽ ഉണ്ടാക്കാത്തത്? ശബാഷ് മോളെ, ഈ ചോദ്യത്തിന് ആ കൃഷ്ണൻ തന്നെ വന്ന് ഉത്തരം തരണം. പ്ലാസ്റ്റിക് കൊണ്ട് ഭൂമിക്ക് കേടുവരില്ലെന്ന് കരുതിയാ. എന്നാലും ദൈവത്തിന് ബുദ്ധിമുട്ടാവില്ലേ? നമ്മളെ പോലുള്ള ഭക്തന്മാരാണെങ്കിൽ കഷ്ടപ്പാട് തന്നെയല്ലേ? അയ്യോ, അതല്ല എന്റെ മുത്തശ്ശ. എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ബുദ്ധിമുട്ടാവില്ലേ? ഇപ്പൊ എന്താ പറ്റിയേ? ചൂടെടുത്ത് വിയർത്തിട്ട് വയ്യ. കുറച്ചു നേരല്ലേ കണ്ണ? അമ്മേ, എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. അമ്മ, എനിക്ക് ശൂശു പോവാനുണ്ട്. ലവണ്യ, അമ്മ അർജന്റാ. പ്ലീസ് അവരുടെ കൂടെ പോയി കളിക്കുമോളെ. കള്ളകൃഷ്ണന് കയ്യിൽ കിട്ടിയല്ലോ. ദൈവത്തിന്റെ ചെവിയില് പിടിക്കാൻ പാടില്ല, കുറ്റം കിട്ടും കേട്ടോ. ഞാൻ ദൈവത്തിന്റെ അമ്മയല്ലേ, കുഴപ്പമില്ല. യശോദയും കൃഷ്ണനെ ഇതേപോലെ ചെവിക്ക് പിടിച്ചിരുന്നതാ. എന്റെ മുത്താ നീ, എന്ത് ചന്ത കാണാനറിയോ? ദൃഷ്ടി വെക്കട്ടെ നിനക്ക്. സത്യമായിട്ട് നല്ല ഭംഗിയുണ്ടോ സീതമ്മ? കൃഷ്ണൻ തന്നെ വന്ന എന്നെക്കാട്ടിലെ സൂപ്പർ നീയാണെന്നേ ഇപ്പൊ പറയുള്ളൂ. എന്നാ പിന്നെ എടുത്തോ. ഞാൻ നടന്നു പോയി കഴിഞ്ഞ എന്റെ ഡ്രസ്സൊക്കെ ചുക്കി ചുളിയെന്നേ. ഇത്ര നേരം എന്റെ കൂടെ ടോമാജറി കളിച്ചപ്പോ ഇതൊന്നും ഉണ്ടായിരുന്നില്ലേ? പ്ലീസ് സീതമ്മ എടുക്ക്, ഞാനിന്ന് കൃഷ്ണനല്ലേ. കൃഷ്ണൻ എന്ന് പറഞ്ഞ യശോദയുടെ മുത്തല്ലേ. പ്ലീസ് സീതമ്മ എടുക്കുവോ? അയ്യോ എന്റെ രാമ. അയ്യോ, ഞാൻ കൃഷ്ണനാ, എന്റെ ഫ്രണ്ടാ രാമൻ. ഓഫീസിൽ മറ്റെന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ ഓരോ കാര്യത്തിന്റെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കേ? ഇവിടെ എൻഗേജ് അവിടെ എൻഗേജ്. ഇനിയിപ്പോ ഇവര് തമ്മിലായിരിക്കോ സംസാരിക്കുന്നത്, അതോ മറ്റാരെങ്കിലും ആയിരിക്കോ? സീതമ്മ, എന്റെ ഫ്രണ്ടിനെ വിളിക്കേ. എങ്ങോട്ട്? ഇങ്ങോട്ട്. ഇങ്ങോട്ട് എന്തിനാ? അയ്യോ സീതമ്മ, നീ ഇത്ര പൊട്ടത്തെ പോലെ സംസാരിക്കല്ലേ. അയ്യോ സോറി. കൃഷ്ണൻ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലല്ലോ. സീതമ്മ, ഇന്നെന്റെ ഡാൻസ് ഉണ്ട്, എന്റെ ഫ്രണ്ടിന് അത് കാണണ്ടേ? ഞാൻ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചാ പോരെ മോളെ? വീഡിയോ കണ്ടാൽ തന്നെ അത്ര നന്നാവില്ല. എന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വന്ന് എന്റെ ഡാൻസ് കാണണം. ഞാൻ വിളിക്കാൻ പോവാ. സിഹി, സിഹി ഓടല്ലേ സിഹി. അശോക്, നീ ഇന്ന് ഓഫീസിലേക്ക് പോയില്ലേ? ലേറ്റ് ആയല്ലോ. അപ്പൊന്നും ഓഫീസിലേക്ക് വരുന്നില്ല, അവൻ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മേമ? എപ്പോഴും ദേഷ്യത്തോടെയാ നോക്കുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. തെറ്റോ? നീയോ? കമോൺ അശോക്, അങ്ങനൊരു തെറ്റ് നിനക്ക് സംഭവിക്കോ? നീ ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ലേ? അതുകൊണ്ട് ഈ വീട്ടിലുള്ളവർക്ക് നീ എന്ന് പറഞ്ഞ ജീവനാ. മുത്തശ്ശന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. രാമന് ജീവനേക്കാൾ വലുതാണ്. നിങ്ങൾക്കോ മേമ? അപ്പോ അല്ലാതെ വേറെ ആരും എന്നെ മേമ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. വന്ന് ഈ വീട്ടിൽ എന്നേക്കാൾ ബഹുമാനം നിനക്കാണ് കിട്ടുന്നതെന്ന് തോന്നുന്നു എനിക്ക്. സന്തോഷായി. നല്ലത് വരട്ടെ. ആ അശോക്, എന്നെങ്കിലും ഈ ഭാർഗവി നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊന്നും നീ ചിന്തിക്കണ്ട.
അങ്ങനെയൊന്നും ഇല്ലാട്ടോ മോനെ. ദൈവത്തിന്റെ ഭണ്ഡാരത്തിൽ നോട്ടും കാണും, ചില്ലറയും കാണും. ഈ വീട് ഞങ്ങൾക്ക് ദേവാലയമാ. ഏട്ടാ, നിങ്ങളൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് റെഡിയാവ്. ഇതാ പൂജ തുടങ്ങാറായി. എന്ത് ഡ്രസ് മാറ്റിട്ട് വരണോ ഞാൻ? എന്ന് വെച്ചാ ഇങ്ങനെ ഓടക്കൊള്ളൊക്കെ പിടിച്ചിട്ട് വരണോ കൃഷ്ണനെ പോലെ? അതെ, ഇവിടെ പൂജ തുടങ്ങാറായി. മോളെ, ഈ വസ്ത്രം മാറ്റലും ഗെറ്റപ്പ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ ആക്ടേഴ്സിന്റെ പരിപാടിയാന്നേ. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, ആക്ടിംഗ് ഒന്നും വരത്തില്ലെന്നേ. ആരാ? നിന്റെ ചേച്ചി പറഞ്ഞു വിട്ടതാണോ? അല്ല, എനിക്ക് തോന്നിയിട്ട് വിളിച്ചതാ. ആ, ഇതാണ് ഇന്നത്തെ എന്റെ ഗെറ്റപ്പ്. ഇത് അത്യാവശ്യം നന്നായിട്ടില്ലേ? എനിക്ക് എന്തായാലും അവിടെയുള്ള ഒറിജിനൽ കൃഷ്ണനേക്കാളും ഭംഗിയുണ്ടെന്ന് കരുതി നമുക്ക് അങ്ങ് പോയേക്കാം. വാ ചേട്ടാ, ചേച്ചി എല്ലാരോടും റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചേച്ചിക്ക് നല്ല ദേഷ്യം വരും. അപ്പോ അതാ കാര്യം. പാവം നിന്റെ ചേച്ചിക്ക് സങ്കടാവും. അവളെ എന്തിനാ വെറുതെ വിഷമിപ്പിക്കുന്നേ? ഒരു കാര്യം ചെയ്താലോ, ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നോളാം. പോയിക്കോ. അതെ, നോക്ക്, ദൈവത്തിനെ കാണണമെങ്കിൽ പൂജ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ണങ്ങ് അടച്ചാ മതി, അവനെ കാണാൻ സാധിക്കും. ഓക്കെ, എന്റെ ദൈവം എന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ചേട്ടാ പ്ലീസ് എന്നേ, ഇന്നൊരു ആഘോഷമല്ലേ? നോക്കുമോളെ, ഒരു ദിവസം മാത്രം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നിൽക്കരുത്. അവനെ നമ്മൾ സർവ്വസമയത്തും ഓർക്കണം. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ നീ ഇനി എത്ര പൂജ ചെയ്താലും കൃഷ്ണനെ കാണാൻ പറ്റില്ല. അത് ഒരു നല്ല മനസ്സുള്ള ആളാണെങ്കിൽ അയാൾ കുടിലാണെങ്കിലും പരമാത്മ ദർശനം കിട്ടിയിരിക്കും. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ ചേച്ചിയുടെ കൂടെ അകത്ത് ചെന്ന് പൂജ ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്ക്. ചേട്ടാ, എന്റെ ചക്കരയല്ലേ, നീ പോവാൻ നോക്കുമോളെ. പോ 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 പോ. ഹലോ. സോറി സാർ, ഞാൻ വേറൊരു കോളിലായിരുന്നു സാർ. സാർ, ഹാപ്പി കൃഷ്ണാഷ്ടമി സാർ. എനിക്കറിയാം നിങ്ങൾ ഫുൾ ഉത്സവത്തിന്റെ മൂഡിലായിരിക്കുമെന്ന്. ശരി ശരി, ഞാനപ്പോൾ കോൾ ചെയ്തത് ലഞ്ച് മീറ്റിംഗ് ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് ടൈം സ്കെഡ്യൂൾ തരാം. എന്ന് വെച്ചാ നാളെ മറ്റന്നാളായിട്ട് പോസ്റ്റ്പോൺ ചെയ്യണോ സാർ? നാളെയും മറ്റന്നാളൊന്നും അല്ല സാർ, ഇന്ന് തന്നെ. പക്ഷെ ടൈമിങ്സിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. അപ്പോൾ ലഞ്ച് മീറ്റിംഗിന്റെ സമയത്ത് സാർ ഉണ്ടാവില്ലേ സാറേ? ഞാൻ പിന്നെ വരില്ലേ. നിങ്ങളിന്ന് വരുന്നുണ്ടോ സാറേ? മിസ്റ്റർ ചരൺ ഡോഡി, എന്തു പറ്റി നിങ്ങൾക്ക്? സാർ, ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നില്ലെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? അത് ഞാൻ സാറേ, ഉത്സവ ദിവസമാണല്ലോ സാറേ. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ് ഉത്സവ ദിവസമായിട്ട് ഫാമിലി ആയിട്ട് ഒരുമിച്ച് എന്റർടൈൻ ചെയ്യാന്ന്. മിസ്റ്റർ ചരൺ, ശ്രീകൃഷ്ണ പരമാത്മാവ് എന്താ പറഞ്ഞെന്ന് പറ. പോരാടുക, നീ ഭയപ്പെടേണ്ട അർജുന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല കുട്ട പറഞ്ഞിട്ടുള്ളത്, വസുദൈവ കുടുംബകം എന്ന് വെച്ചാൽ ലോകത്തെല്ലാവരും എന്റെ കുടുംബമാണെന്ന് പറയുമ്പോ ഓഫീസ് എന്റെ കുടുംബം തന്നെയല്ലേ? അതെ സാറേ, കറക്റ്റ്. നിങ്ങളാണ് എന്റെ മാമൻ. എന്റെ ചേട്ടൻ, ചേച്ചി, അനിയത്തി, ചിറ്റപ്പൻ എല്ലാവരും എന്നെ കാത്തിരിക്കും. ഞാൻ എന്തായാലും വരും. മനസ്സിലായോ? ബൈ. എടാ പോത്തെ, എങ്ങോട്ടാ പോകുന്നേ? ഓഫീസിലേക്ക് പോകുന്നു. കീർത്തനം തുടങ്ങാറായടാ. വാ വാ വാ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, ഞാൻ പിന്നീട് വരാം. എന്ത് ജോലി ഇന്നത്തെ ദിവസം? വാടാ, വേറെ ആവശ്യമില്ല. ആന്റി, ആന്റി റെഡി ആയോ? ആന്റി, ആന്റി റെഡി ആണോ? ആന്റി. അയ്യോ, എന്റെ സീത ഈ യശോദയുടെ കോലത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് മോളെ. ആന്റി, ഇത് നിങ്ങൾ തന്നെയാണോ? ഏയ്, ആന്റി എന്നൊന്നും വിളിക്കരുത്, യശോദാമ്മ അങ്ങനെ വിളിക്കണം. ആന്റി, അടുത്തത് നമ്മുടെ ഡാൻസാ.
വേഗം വന്നേ. ആന്റിക്ക് ഡാൻസ് അറിയാലോ അല്ലേ? ഇല്ലടാ, ഇവരെല്ലാരും ഫോഴ്സ് ചെയ്ത് ഡാൻസ് കളിപ്പിക്കുന്നതല്ലേ. ആന്റി ഡാൻസ് വളരെ എളുപ്പമാ. ഇങ്ങനെ പിന്നെ ഇങ്ങനെ, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളോ? ഇതൊക്കെ നമ്മുടെ സീതയ്ക്ക് പൂ പറിക്കുന്ന പോലെയുള്ളൂ. ടെൻഷൻ ഒന്നും വേണ്ട. അങ്ങനെയല്ലടാ, നിങ്ങളുടെ ഗീത ആന്റി ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തതാ. ഇന്നവർക്ക് സുഖമില്ലെന്ന് കരുതി എല്ലാവരോടും എന്റെ തലയിലാക്കിയതാ. ആന്റി നിങ്ങൾ ഇന്ന് വന്നില്ലെങ്കിൽ പ്രോഗ്രാം പോലും നടക്കില്ല. പ്ലീസ് ആന്റി, മുത്തശ്ശിയാ പറഞ്ഞത് ആന്റിയെ റെഡിയാക്കാൻ. അയ്യോ മോളെ, അവൾ എന്തായാലും വരും. നമ്മുടെ കള്ളകൃഷ്ണ റെഡിയായോ? ആദ്യം അവളെ പോയി റെഡിയാക്ക്. താങ്ക്സ് പ്രിയ. താങ്ക്സ് ഒന്നും വേണ്ട, കാശെടുക്ക്. നുള്ളാതെ പെണ്ണേ. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു പോയേനെ. കോളേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്ന് സ്റ്റേജിൽ കയറാൻ പോകുന്നേ. ഇതെന്താ കലാക്ഷേത്രത്തിലെ ഡാൻസാ? നിന്നെ ഈ കോസ്റ്റ്യൂമിൽ കാണാൻ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. അല്ല, അമ്മയായെന്ന് കരുതി എല്ലാരും ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നോക്കി ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്ക്, നീ ഒന്നും ആലോചിക്കണ്ട. മതി മറന്ന് ഡാൻസ് ചെയ്തു. നിനക്ക് വേണ്ടി, നിന്റെ മകൾക്ക് വേണ്ടി. ഓക്കെ? ഷീ വിൽ ബി വെരി ഹാപ്പി. പോവാം. ഓഫീസിലേക്ക് ഇറങ്ങിയപ്പോഴാ സൂര്യ പിടിച്ചിരുത്തിയത്. ഇനിയിപ്പൊ ഭാർഗവി മേമ്മ എന്ത് കരുതാവോ? അപ്പു, നീ എവിടെ ഇരുന്നു? ഞാൻ എടുത്തോണ്ട് വരാം. ആരാ അപ്പു ഇത്? ഫ്രണ്ട് എന്നാണല്ലോ സേവ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടാ? അവന്റെ ഫ്രണ്ട് ഹനുമാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. എന്തിനാണത് ഇങ്ങനെ കൊണ്ടുപോകുന്നേ? എടാ സൂക്ഷിച്ച്. അല്ല മോളെ, എഴുന്നേക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് കൊടുത്തപ്പോ അവൻ അതും കൊണ്ട് ഓടിയല്ലോ. ഇവനായിട്ടൊക്കെ കമ്പനി. ഇവനെയൊക്കെ ഞാൻ മറഞ്ഞിരുന്ന് സംസാരിക്കാൻ മാത്രമേ ഏത് ഫ്രണ്ട് അവനുള്ളത്. ഹലോ ഹലോ ഫ്രണ്ട്, ഹാപ്പി കൃഷ്ണ ജയന്തി. ഹായ് ഫ്രണ്ട്, ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. നിനക്ക് കൃഷ്ണ ജയന്തി എന്ന് പറഞ്ഞ ഇഷ്ടാണോ? ആ, ഒരുപാട് ഇഷ്ടാ. നിനക്കോ? എനിക്ക് സൂപ്പർ ഇഷ്ടാ. സൂപ്പർ, എനിക്കും അത് തന്നെ. സോ എന്തായിരുന്നു അവിടെ സ്പെഷ്യൽ? ഞാൻ തന്നെ. ഞാൻ ഇന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാവോ? അതിലിപ്പോ എന്താ, നീ എങ്ങനെയാണെങ്കിലും സൂപ്പർ അല്ലേ? നിനക്കറിയില്ല, നിക്ക്. വീഡിയോ കോളോ? ഹേ, ഇത് ഏതാണ് ഈ ഉണ്ണികൃഷ്ണൻ? ഞാനാ. സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്. ഫ്രണ്ട്, എന്നെ കാണാൻ വരുന്നുണ്ടോ? ഫ്രണ്ട്, ആക്ച്വലി എനിക്കറിയാം നീ എന്തായാലും വരുമെന്ന്. അല്ല ചക്കരെ, അത് നിന്നെ ഇപ്പൊ ദൈവം വിളിക്കുന്നേ. വാ, ഇന്ന് എന്റെ ഡാൻസ് ഉണ്ട്. നീ വന്നേ പറ്റൂ, നീ വന്നേ പറ്റൂ, നീ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ കട്ടീസ്. അയ്യോ, ദൈവം എന്നോട് വഴക്കിട്ടാൽ എങ്ങനെയാ? എന്നാ പിന്നെ വാ. ബൈ.
എവറിത്തിങ് ഫൈൻ? ഓക്കെ. ചേച്ചി ഞാൻ പോയി കോഫി ഉണ്ടാക്കിയിട്ട് വരണോ? കൊണ്ടുവരും. വാ. മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവർക്ക് ജോലി ഉണ്ടാവും. ഇന്ന് അവധിയല്ലേ, സമയം ലേറ്റ് ആവാറായിട്ടുണ്ട്. ഫോൺ ചെയ്യ്. ബിസി ആയിരിക്കും മോളെ. വന്നേ നീങ്ങ്. എന്റെ ഫ്രണ്ട് വരുന്നവരെ ഞാൻ എങ്ങോട്ട് വരുന്നില്ല. ഡാൻസ് പെർഫോമൻസിന് എല്ലാരും റെഡി ആയിട്ടുണ്ട്. എല്ലാരും കാത്തിരിക്കാവാ. എന്റെ ഫ്രണ്ടിന് എന്റെ ഡാൻസ് കാണാൻ കഴിയില്ല. പാവമല്ല അവര്. ഇത്ര ജനങ്ങൾ നിന്റെ ഡാൻസിന് വേണ്ടി കാത്തിരിക്കുക. അവരൊന്നും പാവങ്ങളല്ലേ? പ്ലീസ് വാ സിഹി. നീ മിണ്ടാതിരി ശ്രേയസ്. എന്റെ ഫ്രണ്ട് വന്ന് എന്റെ ഡാൻസ് കണ്ട അവന് സന്തോഷാവും. വെയിറ്റ് ചെയ്യടാ. ദേഷ്യം വരുന്നുണ്ട് മോളെ എനിക്ക്. സീതേ, ദേഷ്യപ്പെടല്ലേ. സിഹി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആക്ച്വലി എന്റെ നിന്റെ ഫ്രണ്ടിന്റെ വീട് അടുത്തടുത്താ. അതെയോ? എവിടെ അവരുണ്ടാവുക? നീ ഡാൻസ് തുടങ്ങുമ്പോഴേക്കും വന്നോളും. നീ തുടങ്ങിക്കോ. ഉറപ്പായിട്ട് വരുമോ? ഉറപ്പായിട്ടും. നോക്ക്, ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. വീഡിയോ കോളേ. അവർ ലേറ്റ് ആയാലും എന്റെ ഡാൻസ് കാണാലോ. ഫ്രണ്ടിനോട് എന്താ ഒരു സ്നേഹം. ആയിക്കോട്ടെ മേഡം, ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ പോവാൻ നോക്ക്. സീത, നിന്റെ മുഖം കണ്ടറിയാം നിനക്ക് എന്താ ടെൻഷൻ ഉണ്ടെന്ന്. അതെയോ? അല്ലാതെ പിന്നെ ഭജനയ്ക്ക് വന്നിരുന്നിട്ട് വേറെ എന്തെങ്കിലും ആലോചിച്ചോണ്ടിരുന്ന ഇപ്പൊ നിന്റെ മുഖം കാണുമ്പോ ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്, എന്തിനാ പാട്ട് പാടുന്നതൊക്കെ പോലെയുണ്ട്. അയ്യോ. പാവല്ലടാ, എന്നെ വിളിക്കുന്ന കണ്ടില്ലേ? മേമ, നീ ഇവിടെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവിടെ പോകുന്നതല്ലേ. അല്ല എടാ, അത് പിന്നെ ഇറ്റ്സ് ഓക്കേ. ചേച്ചി, രാമു അശോകും. ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ വാക്ക് ലംഘിച്ചു പോയല്ലേ. എങ്ങോട്ടായിരിക്കും പോയത്? ഇനി ആ ഫ്രണ്ടിനെ കാണാനായിരിക്കോ? ആരാവോ അത്? അയ്യോ, യുവന്മാരിതെവിടെ പോയി? അവരിവിടെ എവിടെയെങ്കിലൊക്കെ കാണും വെച്ചാ. ഇവന്മാർ രണ്ടുപേരെയും കെട്ടിയിട്ടാലേ നന്നോളൂ മോളെ. താങ്ക് യു. ചേച്ചി, ഞാനൊരു പാട്ട് പാടട്ടെ. സാധന, ഇവരെയൊക്കെ പൈസ കൊടുത്ത് വിളിച്ചത് പാടാൻ വേണ്ടിട്ടാ. നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? കലയ്ക്ക് വില. ഓ, ഈ പ്ലേയേഴ്സിനൊക്കെ കാശ് കൊടുത്ത് വിളിച്ചാണോ? അറിഞ്ഞിരുന്നില്ല. ചേച്ചി, എനിക്ക് കൃഷ്ണനെ വളരെ ഇഷ്ടമാ. ഈ വർഷമെങ്കിലും എനിക്കൊരു കുട്ടി കൃഷ്ണനെ വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാ. പ്ലീസ് ചേച്ചി, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? പാട് മോളെ, ആര് പാടിയാലും ദൈവം വേണ്ടാന്ന് പറയില്ല. പാട്. താങ്ക് യു അച്ഛാ. കൃഷ്ണ നീ ಬೇಗನೆ ಬಾರೋ, ಬೇಗನೆ ಬಾರೋ, ಮುಖವನ್ನೇ ದೋರೋ. ಕೃಷ್ಣ ನೀ ಬೇಗನೆ ಬಾರೋ.
ജഗ